ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈഡൽ എനർജീനെ കുറിച്ചാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് ടൈഡ്സ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയണം. സോ വി നോ ടൈഡ്സ് ആർ ദ റെഗുലർ റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ ലെവൽസ്. അതിന് കാരണമായിട്ടുള്ളത് ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി മൂൺ ആൻഡ് ദി സൺ ആണ്. ഇപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ബലം കൊണ്ട് ഭൂമിയിലെ വെള്ളത്തിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് യഥാർത്ഥത്തിൽ ടൈഡിന് കാരണമാകുന്നത്. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ വേലിയേറ്റം, വേലിയിറക്കം എന്ന് പറയുന്നത്. ഇത് റെഗുലറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടൈഡ്സ് ആർ ദ റെഗുലർ റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ ലെവൽസ്. ഇപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമുള്ള 2 ഓബ്ജക്റ്റുകൾ, രണ്ടിൻ്റെയും ഒരേ മാസമാണെന്ന് വിചാരിക്കുക. ഈ ഓബ്ജക്റ്റുകൾ പരസ്പരം ആകർഷിക്കും. അപ്പോൾ ഈ ആകർഷിക്കുന്ന ഫോഴ്സിൻ്റെ ദ വിഡ്ത്ത് ഓഫ് ദ ആരോസ് ഇൻഡിക്കേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ്. ഈ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തിനെ ഈ ആരോയുടെ വിഡ്ത്ത് കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരേ മാസമുള്ള 2 ഓബ്ജക്റ്റുകളാണ്. ഇത് പരസ്പരം ആകർഷിക്കുന്നു. ഇത് ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഫോഴ്സും ഇത് ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഫോഴ്സും രണ്ട് സെയിം ആണ്. അതുകൊണ്ടാണ് ഒരേ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മാസ് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഒരു മാസിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിലും ഈ വിഡ്ത്ത് ഓഫ് ദ ഫോഴ്സസ് വിൽ ബി ദ സെയിം. രണ്ടും അങ്ങോട്ട് ആകർഷിക്കുന്നു ഇങ്ങോട്ട് ആകർഷിക്കുന്നതും സെയിം തന്നെയായിരിക്കും. ഇനി വേറെ എന്നുള്ളത്, രണ്ടിൻ്റെയും മാസ് നമ്മൾ കൂട്ടുന്നു വിചാരിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ സ്മോൾ ബിറ്റ്വീൻ ഓബ്ജക്ട്സ് വിത്ത് സ്മോൾ മാസസ്. പക്ഷേ അത് പരസ്പരം ഈക്വൽ ആയിരിക്കും. The gravitational force is larger between objects with larger mass. മാസ് കൂടുന്നു എന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇതിനേക്കാളും കൂടുതൽ വിഡ്ത്ത് ഈ ആരോ മാർക്കിന് കൊടുത്ത് നോക്കുക. ഇനി if the distance between 2 objects is increased, the gravitational force pulling them together is reduced. ഈ ഓബ്ജക്റ്റുകളുടെ സെപ്പറേഷൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഓബ്ജക്റ്റുകളെ കുറേ അകലത്തിൽ വെച്ച് കഴിയുമ്പോൾ അത് തമ്മിലുള്ള ആരോ മാർക്ക് നമ്മൾ കാണിച്ചിരിക്കുന്നത് കുറച്ചും കൂടി വിഡ്ത്ത് കുറഞ്ഞ ആരോ മാർക്ക് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫോഴ്സ് ഈ സ്മോളർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് തമ്മിലുള്ള സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭൂമിയുടെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഭൂമി നമ്മൾ ഓരോരുത്തരെയും അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട്. എല്ലാ ജീവജാലങ്ങളെയും ഉള്ളിലേക്ക്, എല്ലാ ഓബ്ജക്റ്റുകളെയും, മാസമുള്ള എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അത് ആകർഷിക്കുന്നുണ്ട്. ഇതിന് തുല്യമായൊരു ഫോഴ്സ് നമ്മളും ഭൂമിയുടെ മുകളിൽ പ്രയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ 2 ഫോഴ്സുകളും, എ ബിയുടെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും ബി എയുടെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും രണ്ടും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ഇപ്പോൾ 2 മാസുകളാണ്. ഒന്ന് M1 അത് M2 ആണ്. M2 M1ൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് F1 ആണ്. M1 M2ൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് F2 ആണ്. ബോത്ത് ദ ഫോഴ്സസ് വിൽ ബി ദ സെയിം ബട്ട് ദേ വിൽ ബി ഓപ്പോസിറ്റ്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഫിസിക്കൽ G ഇൻറ്റു M1 M2 ബൈ R². 2 മാസിൻ്റെയും പ്രോഡക്റ്റും എൻ്റെ പ്രൊപ്പോർഷണലായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി ഈ ഫോഴ്സിനെ ചില സമയത്ത് നമ്മൾ ടൈഡൽ ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ഈ ടൈഡൽ ഫോഴ്സ്? ഇവിടെ എർത്ത് ഇതാണ്, മൂൺ ഇതാണ്. എർത്ത് മൂൺ എർത്തിൻ്റെ ഈ സൈഡിലൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂണിലേക്ക് എർത്തിൽ നിന്ന് ഏറ്റവും അടുത്ത പോയിൻ്റാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാലോ മൂണിൽ നിന്ന് അകന്ന് കിടക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും മൂണ് പ്രയോഗിക്കുക. ഈ എൻഡിലേക്ക് എത്തുമ്പോഴോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു അക്രോസ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, റെഗുലർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ടൈഡൽ ഫോഴ്സ് ആർ ദ റിസൾട്ട് ഫ്രം എ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി ഫ്രം വൺ സൈഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ടു ദ അതർ സൈഡ്. ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലാണ് നമ്മളതിനെ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈഡൽ ഫോഴ്സ് കൊണ്ട് എങ്ങനെയാണ്
ടൈഡ്സ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും മൂണും എർത്തും കൂടിയുള്ള സിസ്റ്റം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാതെ കഴിഞ്ഞാൽ മൂൺ എർത്തിൻ്റെ ഈ സൈഡിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും ഈ സൈഡിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മൂൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഒബ്ജക്റ്റാണ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ മൂൺ ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സ് യഥാർത്ഥത്തിൽ ഈ സൂര്യൻ പ്രയോഗിക്കുന്ന ഫോഴ്സിനേക്കാളും കുറവായിരിക്കും. സൂര്യൻ എന്ന് പറയുന്നത് ചന്ദ്രൻ നമ്മളിൽ നിന്ന് 3,86,000 കിലോമീറ്റർ അകലെയുള്ളൂ. അതേസമയം സൂര്യൻ്റെ മാസ് ഒത്തിരി കൂടുതലാണെങ്കിലും 15 കോടി കിലോമീറ്റർ അകലെയുള്ളത്. അപ്പോൾ എന്നിട്ടും സൂര്യൻ ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സ് ചന്ദ്രൻ പ്രയോഗിക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ ഈ പോയിന്റിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും ചന്ദ്രൻ ഈ പോയിന്റിൽ പ്രയോഗിക്കുന്ന ഫോഴ്സും നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചന്ദ്രൻ ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സും ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കൂടുതൽ ചന്ദ്രൻ്റെ ഫോഴ്സിനായിരിക്കും. സൂര്യൻ്റെ ഫോഴ്സ് ഏകദേശം ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സും ഇവിടെ പ്രയോഗിക്കുന്ന ഫോഴ്സും ഏകദേശം തുല്യമായിരിക്കും. ആ ഫോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ടൈഡൽ ഫോഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദ ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റി വൺ സൈഡ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ടു ദ അതർ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ടൈഡൽ ഫോഴ്സ് ഭൂമിയുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത് മൂണായിരിക്കും. കുറഞ്ഞ ടൈഡൽ ഫോഴ്സേ സണ്ണ് എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ മൂണ് ഭൂമിയുടെ മുകളിൽ ഒരു ആകർഷണ ബലം കാണിക്കുന്നു. ഈ പോയിന്റിൽ ഈ ആരോ മാർക്കിൻ്റെ ലെങ്ത് കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. സെൻറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ കുറഞ്ഞ ഫോഴ്സ് പ്രയോഗിക്കുന്നുള്ളൂ, അതിൽ ആരോ മാർക്കിൻ്റെ ലെങ്ത് കുറഞ്ഞു. ഇങ്ങനെയെത്തിക്കുമ്പോഴേക്കും കുറച്ചും കൂടി ഫോഴ്സ് കുറഞ്ഞു, ആരോ മാർക്കിൻ്റെ ലെങ്ത് പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇവിടെ കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ളത് വെള്ളം, ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വെള്ളമുണ്ട്, സമുദ്രങ്ങളിൽ വെള്ളമുണ്ട്. ഈ വെള്ളം മുകളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിങ്ങനെ ബൾജ് ചെയ്ത് വരും. സേ ലൈക്ക് ദിസ്, ഇതിങ്ങനെ ബൾജ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഈ നമ്മൾ എർത്ത് എന്ന് പറയുന്ന സോളിഡ് എർത്തിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുക്കാം. അതിൻ്റെ സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ആവറേജ് സെൻറ്ററിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എൻഡിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ എർത്ത് മൊത്തം കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളം ഇത് കുറച്ച് ഇങ്ങോട്ട് കൂടുതൽ മുന്നോട്ട് നീങ്ങും. ഈ വെള്ളത്തിന് മുകളിൽ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷേ ആ വെള്ളത്തിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റൻസേ ഇങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ സൈഡിലുള്ള വെള്ളത്തെ കൂടുതൽ ഉയർത്തുന്നു, സോളിഡ് എർത്ത് കുറച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെയുള്ള വെള്ളത്തിൻ്റെ മുകളിൽ കുറഞ്ഞ ഫോഴ്സ് അനുഭവപ്പെടുന്നതുകൊണ്ട് കുറഞ്ഞ ഡിസ്റ്റൻസേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വെള്ളം ഉയർന്നതായിട്ടും അയാൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ വെള്ളം ഉയരുന്നത് നേരിട്ട് ആകർഷണബലം കൊണ്ടാണെന്ന് അയാൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകും, നമുക്ക് എക്സ്പ്ലെയിൻ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇവിടെ വെള്ളം ഉയരുന്നതിന് കാരണം ഇതാണ്. സോളിഡ് എർത്ത് കുറച്ചിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തുള്ള ലിക്വിഡിൻ്റെ മുകളിൽ അത്രയും ഫോഴ്സ് അനുഭവപ്പെടാത്തതിന് കുറച്ച് ഡിസ്റ്റൻസ് ചെയ്ത് ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങുള്ളൂ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ടൈഡൽ ഫോഴ്സ്. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സും വ്യത്യസ്തമായതുകൊണ്ട്. അതിൻ്റെ നെറ്റ് റിസൾട്ട് ഒരാൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 10 യൂണിറ്റ് ഫോഴ്സാണ് എർത്തിൻ്റെ സെൻറ്ററിൽ അനുഭവപ്പെടുന്നത് വിചാരിക്കുക. ഇവിടെ അനുഭവപ്പെടുന്നത് 15 യൂണിറ്റ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ പറയുകയാണെങ്കിൽ 15 - 10 എന്ന് പറഞ്ഞാൽ +5. നമുക്ക് വേണമെങ്കിൽ +5 ഈ ഡയറക്ഷൻ എന്ന് പറയും. ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് 5 സെൻറ്ററിൽ അനുഭവപ്പെടുന്ന 10. അപ്പോൾ ഇതിനനുസരിച്ച് ഇവിടെ ഈ പോയിന്റിലെ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ നമ്മൾ പറയുകയാണെങ്കിൽ 5 - 10 -5. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ ദാറ്റ് ലിഫ്റ്റ്സ് ദ വാട്ടർ ഹിയർ എന്നാണ് അയാൾക്ക് ഫീൽ ചെയ്യുക. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ ഉള്ള വാട്ടറിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറവായതുകൊണ്ട് അത് കുറഞ്ഞ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുള്ളൂ. ഈ സോളിഡ് എർത്തിൻ്റെ മുകളിൽ കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. സോ ഇവിടെ ഒരു വെള്ളം ഉയർന്നതുപോലെ തോന്നും. ഇതാണ് കാരണം. അപ്പം ചന്ദ്രൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രനെ ഭൂമി അഭിമുഖീകരിക്കുന്ന ഭാഗത്തും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഭാഗത്തും നമുക്ക് ജലനിരപ്പ് ഉയർന്നതായിട്ട് തോന്നും, ഹൈ ടൈഡ് ഉള്ളതായിട്ട് തോന്നും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളിൽ ലോ ടൈഡ് ഉള്ളതായിട്ട് തോന്നും. ഭൂമി
അതിൻ്റെ അച്ച് രണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങും. അപ്പം ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് എപ്പോഴും വെള്ളം ഉയർന്നിരിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളം ഉയർന്നിരിക്കും. ഈ രണ്ട് സൈഡുകളിൽ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഈ പോയിന്റിലേക്ക് ഒരാളുടെ ഈ ഭാഗത്ത് വരുമ്പോൾ അവിടെ ഹൈ ടൈഡാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും അയാൾ ലോ ടൈഡുള്ള ഭാഗത്തെത്തി. വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും ഹൈ ടൈഡുള്ള ഭാഗത്തെത്തി. വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ ലോ ടൈഡുള്ള ഭാഗത്തെത്തി. വീണ്ടും 6 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം ഒരാൾക്ക് 2 ഹൈ ടൈഡുകളും 2 ലോ ടൈഡുകളും കാണാൻ പറ്റും. 24 മണിക്കൂർ കൊണ്ട് 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാകും. ഇത് വളരെ നന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കെല്ലിക്കം ഹെഡ് ഓഫ് സയൻസ്, ഈഗിൾ ബേ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് സ്കൂൾ. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഈ ടൈഡ് ഉണ്ടാക്കുന്നതിൽ 70% കോൺട്രിബ്യൂഷനേ മൂണിനുള്ളൂ എന്ന് പറയും. 30% കോൺട്രിബ്യൂഷൻ ആയിരുന്നാ സണ്ണിൻ്റെത്. അപ്പോൾ സണ്ണും മൂണും എർത്തും ഒരേ ലൈനിൽ ഇങ്ങനെ വരുന്ന കേസുകളിൽ ഭൂമിയുടെ ചന്ദ്രൻ ഇങ്ങോട്ട് വലിക്കുന്നു, സൂര്യൻ ഇങ്ങോട്ട് വലിക്കുന്നു. ഈ ഹൈ ടൈഡ് എന്ന് പറയുന്നത് ഈ 2 പോയിന്റ് ഹൈ ടൈഡ് ഉണ്ടാവും. ഇത് സാധാരണഗതിയിലുള്ള ടൈഡിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ വരുന്നു, ചന്ദ്രൻ ഇതാ ഈ പൊസിഷനിൽ വരുന്നു, ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുന്നു. ആ കേസിലും ഹൈ ടൈഡിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈഡുകളെയാണ് സ്പ്രിംഗ് ടൈഡ്സ് എന്ന് പറയുന്നത്. സാധാരണ ടൈഡിനേക്കാളും കൂടുതൽ വെള്ളം ഉയരും. അതുകൊണ്ട് അതിനെ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയും. അതേ മറിച്ച് നമ്മൾ എർത്ത് ഇവിടെ വരുന്നു, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ. കറങ്ങിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഇങ്ങനെ കറങ്ങി ഇത് ഇവിടെ എത്തുന്നു വിചാരിക്കാം. ഇവിടെ എത്തിക്കഴിയുമ്പം ചന്ദ്രൻ ടൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെയും ഇവിടെയാണ്. സൂര്യൻ ടൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയും ഈ 2 പോയിന്റുകളിലാണ്, ഈ ചിത്രത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഹൈ ടൈഡും ലോ ടൈഡും തമ്മിലുള്ള ഡിഫറൻസ് ഈ കേസിൽ ഒന്നിൻ്റെ ഹൈ ടൈഡ് ഉണ്ടാക്കാൻ മൂൺ ശ്രമിക്കുമ്പോൾ ചന്ദ്രൻ അതിനെ ലോ ടൈഡ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. ടൈഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈ ടൈഡിലെ വെള്ളം ഉയരുന്ന നിരപ്പ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈഡിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ അവസ്ഥയെയാണ് നമ്മൾ നീഡ് ടൈഡ് എന്ന് പറയാം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഏകദേശം 90 ഡിഗ്രിയിലായി ഇങ്ങനെ വരുമ്പോൾ വേലിയേറ്റത്തിലും വേലിയിറക്കവും ഉണ്ടാകുന്ന തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ നീപ് ടൈഡ് എന്ന് പറയുക. അതേസമയം സൂര്യനും ഭൂമിയും ചന്ദ്രനും ഏകദേശം ഒരു ലൈനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വേലിയേറ്റത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇതിനെ നമ്മൾ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയും. അപ്പോൾ സ്പ്രിംഗ് ടൈഡ് എന്താണ്, നീപ് ടൈഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. So what are tides? Tides are due to the difference in gravity on either side of the earth due to the moon and the sun. The tidal force is a secondary effect of the force of gravity and is responsible for the tides. It arises because the gravitational force exerted by one body on another is not constant across it. The nearest side is attracted more strongly than the farthest side. Thus the tidal force is differential. അപ്പോൾ അത് 2 സ്ഥലത്തും ഭൂമിയുടെ ഒരു സൈഡിലും മറ്റേ സൈഡിലും ഉണ്ടാകുന്ന ഫോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ടൈഡ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ടൈഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് മെയിൻലി ബൈ ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ സൺ ഓൺ ദ വാട്ടർ in the solid earth and the oceans. 70% of the tide producing force is due to the moon and 30% is due to the sun. ഇപ്പോൾ ഭൂമിയിൽ ടൈഡ്സ് ഉണ്ടാകുന്നതിൻ്റെ 70% കോൺട്രിബ്യൂഷനും മൂണിൽ നിന്നാണ്, 30% കോൺട്രിബ്യൂഷൻ സണ്ണിൽ നിന്നാണ്. സർഫസ് വാട്ടർ ഈസ് പുൾഡ് അവേ ഫ്രം ദി എർത്ത് ഓൺ ദ സൈഡ് ഫേസിംഗ് ദ മൂൺ. സെയിം ടൈം സോളിഡ് എർത്ത് ഈസ് പുൾഡ് അവേ ഫ്രം ദ വാട്ടർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
So high tides occur in these two areas, one close to the moon and the other far from the moon. Low tides occur at intermediate points. High tideകൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിലാണ് ലോ ടൈഡ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു 24 മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ 2 ഹൈ ടൈഡുകൾ ഒരാൾക്ക് കാണാൻ കഴിയും, അതുപോലെ തന്നെ 2 ലോ ടൈഡുകളും കാണാൻ കഴിയും. There are 2 high tides and 2 low tides occur during 24 hours 50 minutes. So the time between a high tide and a low tide is 6 hours and 12.5 minutes. ഏകദേശം 6 മണിക്കൂർ, ഒരു ഹൈ ടൈഡും ഒരു ലോ ടൈഡും തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് ഏകദേശം 6 മണിക്കൂറാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹൈ ടൈഡ് ഉണ്ടാകുന്ന സമയത്ത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും, ലോ ടൈഡ് ഉണ്ടാകുമ്പോൾ ജലനിരപ്പ് താഴും. സോ ദിസ് ഈസ് ദ ലെവൽ ഓഫ് സീ ലെവൽ ഡ്യൂറിങ് ലോ ടൈഡ് ആൻഡ് ദിസ് ഈസ് ദ സീ ലെവൽ ഡ്യൂറിങ് ഹൈ ടൈഡ്. And this difference in height levels is known as tidal range. Difference between high tide and low tide, low water levels during tides is known as tidal range. ഈ ടൈഡൽ റേഞ്ച് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർച്ച താഴ്ച ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമുദ്രത്തിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കാം. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബൈ.